വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. നമ്മൾ ഖുർആനിന്, ഈ മുസ്ഹഫിന് പുതിയൊരു വായനയാണ്. പുതിയത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയതാണത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഏറ്റവും പഴയ വായനയാണ് സത്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് ലിസാനുൽ അറബിനെ ബേസ് ചെയ്തുകൊണ്ട്, അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആനിന് ഇങ്ങനെ ഒരു വായന നാം നടത്തുന്നത്. ഇത് ആളുകൾക്ക് മനസ്സിലാകാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വായനയാണ് നാം പരിചയിച്ചിട്ടുള്ളത് ചെറുപ്പം മുതൽ. അതുകൊണ്ട് തന്നെ ഖുർആനിനെ ഒരു ദാർശനിക തലത്തിൽ അല്ലെങ്കിൽ വൈജ്ഞാനിക തലത്തിൽ അതിനെ വായിക്കുമ്പോൾ അറബി ഭാഷയുടെ പ്രാഥമികമായ വിവരം പോലും അറിവ് പോലും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസം. അപ്പോൾ അക്ഷരങ്ങളാണ് സത്യത്തിൽ ഈ വായനയിൽ ആശയങ്ങളെ പണിയുന്നത്. അക്ഷരങ്ങൾ കൂട്ടിവെക്കുമ്പോൾ അതിന് ആശയങ്ങൾ വരികയാണ് ചെയ്യുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം, അവന്റെ നഫ്സ്, അഖില്, ബുദ്ധി, റൂഹ്, അവന്റെ വിജ്ഞാനം, ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് ഒരു മനുഷ്യനാവുന്നത്. പക്ഷേ നമ്മുടെ വായന, പഴയ നാം പരിചയിക്കപ്പെട്ട വായന എന്ന് പറയുന്നത് ശരീരത്തിന്റെ കർമ്മങ്ങളിൽ മാത്രം ഊന്നിയിട്ടുള്ള വായനയായിരുന്നു. പക്ഷെ ഖുർആൻ ഉദ്ദേശിച്ചത് മനുഷ്യന്റെ മനസ്സിനോട് സംവദിക്കാനാണ്. ഖുർആൻ ഉദ്ദേശിച്ചത് അവന്റെ ബുദ്ധിയോട് സംവദിക്കാനാണ്. പക്ഷെ നാം പരിചയിക്കപ്പെട്ട വായന എന്ന് പറയുന്നത് ശാരീരികമായ കർമ്മങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വായനയായിരുന്നു. അപ്പൊ ഈ തലത്തിലേക്കുള്ള ഒരു മാറ്റം ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു ചരിത്രം വേണം, വ്യക്തികൾ വേണം, ശാരീരികമായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഇത് മനസ്സിലാവൂ എന്ന സാധാരണക്കാരെ സംബന്ധിച്ചാണ് ഇത് വളരെ മുന്നോട്ട് പോകാൻ പ്രയാസകരമായി തോന്നിയപ്പോഴാണ് ഇനി പണ്ഡിതന്മാരുടെ തലത്തിൽ സൗഹൃദപരമായി അവരോടുള്ള ഒരു ചർച്ചയിലൂടെ മാത്രമേ ഈ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ നിർത്തിവെച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുഹ വേണം. ആ ഗുഹയിൽ ഒരു നായ് വേണം, അതിൽ കുറച്ച് ആളുകൾ വേണം, എങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത് സാധാരണക്കാരുടെ കുറ്റല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ സരസ്വതി എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തിൽ ഒരു 8-10 കൈയുള്ള ഒരു സ്ത്രീയുടെ രൂപം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചെങ്കിലേ അവർക്കത് മനസ്സിലാവുള്ളൂ. ഒരു വിജ്ഞാനത്തിന്റെ ക്ഷേത്രമാണ്, ഒരു വിജ്ഞാനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, വിജ്ഞാനത്തിന്റെ ക്ഷേത്രമാണ് അത് എന്നും, അതുകൊണ്ടാണ് സരസ്വതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ അറിവ് നൽകുന്ന ഇടത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന അതിന്റെ ഉന്നതമായ വായന സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അവർക്കൊരു കഥ വേണം, ഒരു കഥാപാത്രം വേണം, ഒരു രൂപം വേണം. ഇതുണ്ടെങ്കിലേ ആളുകൾക്ക് മനസ്സിലാവൂ. അത് സാധാരണക്കാരെ കുറ്റല്ല ഞാൻ പറയുന്നത്. ആ തലത്തിൽ അവരുടെ ചിന്ത ഉയർന്നു വന്നെങ്കിലേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ വായന നിങ്ങൾ നിർത്തിപ്പോയതിന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിന്റെ കാരണം നിങ്ങൾക്ക് വിശദീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചത് മനുഷ്യന്റെ ചിന്തയുടെ അന്വേഷണത്തിന്റെ ഒഴിഞ്ഞിരിക്കലാണത്. അതാണ് അസ്ഹാബുൽ കഹ്ഫ്. അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾ ആരോ അവരാണ് അസ്ഹാബുൽ കഹ്ഫ് എന്നാണ് നമ്മൾ വിശദീകരിച്ചത്. മനുഷ്യന്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കാനും പഠിക്കാനും ഗവേഷണം നടത്താനും വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഇടമാണ് ഒരു മനുഷ്യന്റെ കഹ്ഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നവർ, അപ്പോഴാണ് അവർക്ക് ദിനാഹും ഹുദ, അവർക്ക് മാർഗദർശനം വർദ്ധിക്കുന്നത് അപ്പോഴാണ്. ഖുർആൻ പറയുന്നതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾക്ക് ഹുദ വർദ്ധിപ്പിച്ചു, അവർക്ക് റുഷ്ദ് വർദ്ധിപ്പിച്ചു, അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഗുഹയിൽ പോയാൽ ഇതൊന്നും കിട്ടൂല. പക്ഷെ ആളുകൾക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു ഗുഹയുടെ ചരിത്രം അതിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കി ഒരു ഗുഹയുണ്ടാക്കി അതിൽ കുറച്ച് ആളുകളെ അതിലേക്ക് പ്രവേശിപ്പിച്ചു. അവർ 300 കൊല്ലം അവരെ ഉറക്കിക്കിടത്തി. അങ്ങനെ അവർ പുറത്തു വന്ന് ഒരു നാണയത്തൊട്ടുകൊണ്ട് അങ്ങാടിയിൽ പോയിട്ട് അത് കൊടുത്തപ്പോൾ അത് എടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കഥ അതിന്റെ പിറകിൽ വിശദീകരിക്കപ്പെട്ടു. ഞാൻ ഒരു സൂചന തരികയാണ് കേട്ടോ, അത് ഞാൻ അതിൻ്റെതല്ല. ഞാനിത് നിങ്ങൾക്ക് എത്രയോ തവണ വിശദീകരിച്ചു തന്നു. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷണവും ചിന്തയും പഠനവുമായി ഒഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഇടമാണ് അവന്റെ ഗുഹ. അത് എന്റെ വീടാണെങ്കിൽ എന്റെ വീടാണ് ആ കഹ്ഫ്. മനുഷ്യന്റെ ബുദ്ധിയാണത്.
ആ ബുദ്ധി അന്വേഷണത്തിന് വേണ്ടി ഒഴിഞ്ഞു ഇരിക്കുകയാണ്. അപ്പോഴാണ് ഫസിദിനാഹും ഹുദ, അവർക്ക് ഈമാൻ വർദ്ധിക്കുന്നത്, അവർക്ക് റുഷ്ദ് കിട്ടുന്നത്, റഷീദാകുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവിടെ പ്രവേശിച്ചത് 3 ആളുകളാണെന്ന് ഞാൻ വിശദീകരിച്ചു. അത് ആദ്യം പ്രവേശിച്ചത് മൂസയും ഇബ്രാഹീമും യൂസുഫുമാണെന്ന് വിശദീകരിച്ചു. അവരാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകളെന്ന് പറഞ്ഞു. പക്ഷെ ആളുകൾക്ക് മനസ്സിലായില്ല എന്താ അതല്ലല്ലോ, അത് അങ്ങനെ ചരിത്രത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള 3 ആളുകൾ എങ്ങനെയാണ് ഒരുമിച്ചൊരു ഗുഹയിലിരിക്കുക എന്നാണ് അപ്പോഴും ആളുകളിൽ നിന്ന് ചോദ്യം ഉണ്ടായത്. കാരണം ആ തലത്തിലെ ആളുകൾ എത്തിയിട്ടുള്ളൂ. അവരുടെ കുറ്റമല്ല ഞാൻ പറയുന്നത്. മൂസ ഏത് കാലഘട്ടത്തിലാണ്, ഇബ്രാഹിം ഏത് കാലഘട്ടത്തിലാണ്, യൂസുഫ് ഏത് കാലഘട്ടത്തിലാണ്, വർഷങ്ങൾ വ്യത്യാസങ്ങളില്ല, ഗ്യാപ്പില്ല, ഇടവേളകളില്ല. 3 ആളുകൾ എങ്ങനെ ഒരു ഗുഹയിൽ വന്നു ചേരുക എന്നാണ് ആളുകൾ ചിന്തിച്ചത്. ആളുകൾക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ ബുദ്ധിയാണ് മൂസ, മനുഷ്യന്റെ മനസ്സാണ് യൂസുഫ്, മനുഷ്യന്റെ കൽബാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞു. കൽബാണ് ഇബ്രാഹിം. ഇത് 3ഉം അത്യാവശ്യമായി സംസ്കരിക്കപ്പെടേണ്ട 3 വസ്തുക്കളാണ് മനുഷ്യന്റെ. അതുകൊണ്ടാണ് 3 ആളും നായും എന്ന് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആളുകൾക്ക് മനസ്സിലായി. 3 ആളും നായും എന്ന് പറയുന്നത് ഈ 3 ആളുകളെ വിജ്ഞാനത്തിൽ നിന്ന് തടയാൻ വേണ്ടി തന്റെ ശരീഅത്തുകൾ, കുതന്ത്രങ്ങൾ, കുറുക്കുവഴികൾ മുഴുവൻ സ്വീകരിച്ച്, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ കയ്യല്ലേ എന്ന് ചോദിച്ചു. പിന്നെന്താ പറയാ, ശരീഅത്തും ത്വരീഖത്തും, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ശരിയായ വഴി, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ കുറുക്കുവഴി. കുറുക്കുവഴിയിലൂടെ മനുഷ്യനെ വിജ്ഞാനത്തിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നവനാണ് കൽബ് എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണെന്ന് വിശദീകരിച്ചു. മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണ് ഈ കൽബുള്ളത്. അത് തന്നെ കുറുക്കു വഴികളിലൂടെ വിജ്ഞാനത്തിൽ നിന്ന് തടയാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ ഉള്ളിലെ തന്നെ ശക്തിയാണെന്ന് പറഞ്ഞു. യൂസുഫിനെ ഇമ്രഅത്തുൽ അസീസ്, അതായത് തന്റെ അഹങ്കാരത്തിന്റെ, ദുരഭിമാനത്തിന്റെ കണ്ണാടിയാണ് യൂസുഫിനെ വിജ്ഞാനത്തിൽ നിന്ന് തടയാൻ വാതിൽക്കൽ നിൽക്കുന്നതെങ്കിൽ ഈ മൂസയെ തടയുന്നത് കിബറും ഇസ്സത്തുമാവുന്ന ഫിർഔനാണ്. അഹങ്കാരത്തിന്റെ പാത്രമാണ് മൂസയെ വിജ്ഞാനത്തിൽ നിന്ന്, മനുഷ്യബുദ്ധിയെ വിജ്ഞാനത്തിൽ നിന്ന് തടയുന്നതെന്ന് സൂചിപ്പിച്ചു. ഇബ്രാഹിമിനെ തടയുന്നത് പൈതൃകങ്ങളുടെ വിശ്വാസങ്ങളാണ്, ആസറാണ്. പൈതൃക വിശ്വാസങ്ങളാണ് ഇബ്രാഹിമിനെ വിജ്ഞാനത്തിൽ നിന്നും, അറിവിൽ നിന്നും, യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുന്നതിൽ നിന്നും തടയുന്നതെന്ന് സൂചിപ്പിച്ചു. അതാണ് സലാസത്തും കൽബുഹും എന്ന് പറഞ്ഞത്. 3 ആളും നായും. പക്ഷെ അതല്ല, അത് 3 ഫതയാനി ഫിത്തിയത്ത് എന്നൊക്കെ വിശദീകരിച്ചു. ഫത ഒരു യുവാവ്, ഫതയാനി 2 യുവാക്കൾ. യുവാവ് എന്നല്ല ശരിക്കർത്ഥം. ഫത എന്ന് പറഞ്ഞാൽ തന്റെ ഒരാളിൽ തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് ഏത് വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുവോ അതാണ് അവന്റെ ഫത്വ. ഒരു വിധി, വ്യക്തമായ ഒരു തീരുമാനവും വിധി പറയാനും കഴിവുള്ള ഒരു ശക്തി ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവന്റെ ഫത്ത. ഇത് 2 ആളാവുമ്പോ ഫതയാനിയാവും, 2 കൂടുതലാവുമ്പോ ഫിത്തിയത്താവും. അത് ഭാഷയിൽ ലിസാനിൽ അങ്ങനെയാണ് ഉപയോഗിക്കാം. അപ്പൊ ഇവരാണ് ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ എന്ന് പറയുന്നത്. ഇവരാണ് ഫിത്തിയത്ത്. ഇവരല്ലാതെ ഖുർആനിൽ ഫത എന്ന് ആരെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. ഈ 3 ആളുകളെ അല്ലാതെ. ഫതയാനി ഫിത്തിയത്ത്. 2 ആൾ കൂടിയപ്പോ ഫതയാനിയായി, 2 കൂടുതലായപ്പോ ഫിത്തിയത്തായി. അതുകൊണ്ടാണ് സൂറത്ത് അസ്ഹാബുൽ കഹ്ഫിൽ ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 ഫിത്തിയത്ത്, അതൊന്നും പറഞ്ഞാൽ പറ്റൂല മാഷേ. അത് 3 ആൾക്കാരെന്നെയാണ്. ഓലപ്പൊരു നായനുണ്ട്, ആ നായ സ്വർഗത്തിൽ വരെ വരുന്ന പറയുന്നത്. നിങ്ങളിപ്പോ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. അല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക്, എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇനി താഴെ പറയാൻ പറ്റും. എനിക്ക് ഇനി ആ പഴയ അസ്ഹാബുൽ കഹ്ഫും ഗുഹയിൽ 3 ആളിരിക്കലും, ഓല കടന്നലും ഉറങ്ങലും, ഓല അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മറിച്ചിടലും, 300 കൊല്ലം ഉറക്കും, അതൊന്നും ഇപ്പൊ നമുക്ക് ശരിയാവില്ല. ഞാൻ പറഞ്ഞു, അതാണല്ലോ മിന്നാളും 4 നാളിലേക്ക് ആരൊരാൾ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് 3 ആളും 5 ആളും 7 ആളും എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് 2 ആളും നായെന്ന് പറഞ്ഞില്ല? അല്ലെങ്കിൽ 4 ആളും നായെന്ന് പറഞ്ഞില്ല? അല്ലെങ്കിൽ 6 ആളും നായെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ 3, 5, 7 അതെന്തുകൊണ്ട് പറഞ്ഞു? അതുവരെ നമ്മൾ സമൂഹം ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? 5 ആളെന്ന് പറയുമ്പോൾ സുലൈമാനും ദാവൂദുമാണ്. ഇത് 2ഉം ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. അപ്പൊ 5 ആളാവും. 7 ആളെന്ന് പറഞ്ഞാൽ ഈസയും യഹിയാണ്. അതും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. യഹിയ, ഈസ എന്ന് പറയണം. അതാണ് 4 ആള് പറഞ്ഞില്ല, 6 ആള് പറഞ്ഞില്ല, 8 ആള് പറഞ്ഞില്ല, 3, 5, 7 അവരുടെ കൂടെ നായ. ഇത് വെറുതെ അങ്ങോട്ട് പറഞ്ഞൊന്നുമല്ല ഖുർആൻ. പക്ഷെ ഇത് സമൂഹത്തിന് ഒരു ആളെ കിട്ടണം, ഒരു നാട് കിട്ടണം
എന്നിട്ട് കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. കാര്യമൊന്നുമില്ല, എന്നാലും അത് വേണം.